രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനത്തിൽ യു.ഡി.എഫ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ വേഗത്തിലാക്കും. താഴെത്തട്ടിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമായാണ് നാളത്തെ പരിപാടിയെ കോൺഗ്രസ് കാണുന്നത്. യു.ഡി.എഫ് സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രാഥമിക ധാരണയും നാളെ രാഹുൽ ഗാന്ധിയുമായി യു.ഡി.എഫ് നേതാക്കൾ നടത്തുന്ന ചർച്ചയിൽ ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന ഘടനയാണ് ബൂത്ത് കമ്മിറ്റി. ബൂത്ത് പ്രസിഡന്റുമാരുടെയും വനിതാ വൈസ് പ്രസിഡന്റുമാരുടെയും സംഗമത്തിലാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ദേശീയ രാഷ്ട്രീയ പ്രാധാന്യം, പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിന്റെ ആവശ്യകത എന്നിവ രാഹുൽ ഗാന്ധി തന്നെ ബൂത്ത് തല നേതാക്കൾ എത്തിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. 25,000 ബൂത്ത് പ്രസിഡന്റുമാരും 25,000 വനിതാ വൈസ് പ്രസിഡന്റുമാരുടെയും പങ്കാളിത്തം സംഘടനയുടെ താഴെത്തട്ടിന്റെ പരിച്ഛേദമാണ്. ഇവർ സജീവമാകുന്നതോടെ താഴെത്തട്ട് പ്രവർത്തനക്ഷമമാകുമെന്നാണ് കണക്കുകൂട്ടൽ. താഴെത്തട്ട് സജീവമല്ലാത്തത് ഗ്രൂപ്പ് നേതാക്കളുടെ നിസ്സഹകരണം ഉൾപ്പെടെ KPCC നേതൃത്വം അഭിമുഖീകരിക്കുന്ന ഉൾപാർട്ടി പ്രശ്നങ്ങളെയും രാഹുൽ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ അഭിമുഖീകരിക്കും. UDF നേതാക്കളുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സീറ്റ് വിഭജനം രാഹുലുമായുള്ള ചർച്ചയിൽ ഉണ്ടാകില്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം. അതേസമയം അധിക സീറ്റ് നൽകാനാവില്ലെന്ന നിലപാട് രാഹുൽ ഘടകകക്ഷികളെ അറിയിച്ചേക്കുമെന്നാണ് സൂചന. ദേശീയ സാഹചര്യം വിശദീകരിച്ച് ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന നിലപാടാകും രാഹുൽ സ്വീകരിക്കുക. ഇതോടെ സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രാഥമിക ധാരണയിൽ UDF എത്തിച്ചേരും. ഉഭയകക്ഷി ചർച്ചയും അടുത്ത ദിവസങ്ങളിൽ നടക്കുമെന്നാണ് UDF വൃത്തങ്ങൾ നൽകുന്ന സൂചന. രാഹുലിന്റെ സന്ദർശനം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേഗത പകരുമെന്നാണ് കോൺഗ്രസ് UDF നേതൃത്വങ്ങളുടെ കണക്കുകൂട്ടൽ. മീഡിയ 1 തിരുവനന്തപുരം.